നമസ്കാരം. കോമഡി സിനിമകളെ പോലും വെല്ലുന്ന തരത്തിലുള്ള വിചിത്രമായ അന്തർനാടകങ്ങളാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുത്ത വമ്പൻ അടികൊണ്ട് ബോധം കെട്ട് വീണിട്ടും തങ്ങൾ എന്തുകൊണ്ടാണ് തോറ്റതെന്ന് കണ്ടുപിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ആരാണെന്നറിയാമോ? ഈ വൻ തോൽവിയുടെ സകല ഉത്തരവാദിത്വവും ചുമലിലേറ്റേണ്ട സാക്ഷാൽ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാഷും കൂടി അടങ്ങുന്ന വിദഗ്ധ സമിതിയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണക്കാർ തന്നെ തോൽവിയുടെ കാരണം തിരഞ്ഞിറങ്ങിയാൽ എങ്ങനെയിരിക്കും? അതാണിപ്പോൾ ഈ പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ഈ 2 നേതാക്കൾക്കും അവർ എഴുതിക്കൊണ്ടുവന്ന റിപ്പോർട്ടിനും നേരെ സ്വന്തം അണികളും കമ്മിറ്റി അംഗങ്ങളും നടത്തിയ പഴിചാരൽ കേട്ട് പിണറായി വിജയൻ പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. തങ്ങളുടെ അഹങ്കാരവും ജനവിരുദ്ധ നയങ്ങളുമാണ് തോൽവിക്ക് കാരണമെന്ന് സമ്മതിക്കാതെ ആരുടെയൊക്കെയോ തലയിൽ പഴിചാരി രക്ഷപ്പെടാൻ നോക്കിയ നേതൃത്വത്തിന്റെ തനി നിറം സ്വന്തം പാർട്ടി അംഗങ്ങൾ തന്നെ വലിച്ചു കീറി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് കേട്ടാൽ തോന്നും കേരളത്തിൽ ഇപ്പോഴും പിണറായി വിജയന്റെ ഭരണം കണ്ട് ജനങ്ങൾ ധന്യരായി ഇരിക്കുകയാണെന്ന്. കരുവന്നൂർ കൊള്ളയും മാസപ്പടി അഴിമതിയും പെൻഷൻ മുടങ്ങിയതും തുടങ്ങി നിരവധി കാരണങ്ങൾ കൊണ്ട് ജീവിക്കാൻ വഴിയില്ലാതെ വലഞ്ഞിട്ടാണ് വോട്ട് ചെയ്യാനായി ജനങ്ങൾ ഇറങ്ങിയത്. എന്നിട്ടും ഈ വിദ്വാൻമാർ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമേ ഉണ്ടായിട്ടില്ലത്രേ. ജനങ്ങളിൽ ആരോ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വ്യാജ പ്രചാരണം നടത്തിയത് കൊണ്ട് മാത്രം വോട്ട് കുറഞ്ഞു പോയെന്നാണ് സെക്രട്ടേറിയറ്റിന്റെ കണ്ടെത്തൽ. ഈ അസംബന്ധം കേട്ടുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ യോഗത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. യാഥാർത്ഥ്യം എന്താണെന്ന് നേതൃത്വം ആദ്യം മനസ്സിലാക്കണം എന്നവർ മുഖത്ത് നോക്കി അടിച്ചു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം കേവലം ജാതി സമവാക്യങ്ങളും SIR-ഉമാണെന്ന് പറഞ്ഞ് തടിയൂരാൻ നോക്കേണ്ടതില്ലെന്ന് അംഗങ്ങൾ തുറന്നടിച്ചു. പിണറായി വിജയന്റെ ധാർഷ്ട്യം നിറഞ്ഞ വാക്കുകളും ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ശൈലിയും MV ഗോവിന്ദൻ മാഷ് ചാനലുകൾക്ക് മുന്നിൽ വന്നിരുന്നു പറയുന്ന വിഡ്ഢിത്തങ്ങളുമാണ് പാർട്ടിയെ ഈ പതനത്തിലേക്ക് എത്തിച്ചതെന്ന് വ്യക്തമാണ്. ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത വോട്ടുകളെല്ലാം UDF-ലേക്കും കോൺഗ്രസിലേക്കും ഒലിച്ചു പോയതിന്റെ കൃത്യമായ കാരണങ്ങൾ സമിതിയിൽ ഓരോന്നായി നിരത്തപ്പെട്ടു. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കാൻ അനുവദിച്ചത് വലിയ തെറ്റായി പോയി എന്ന് പാർട്ടി സ്വയം വിമർശനം നടത്തിയിരിക്കുകയാണ്. ഇതിലൂടെ വൻതോതിൽ വോട്ടുകൾ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വർഗീയ പരാമർശങ്ങളെ സമയത്തിന് തള്ളിപ്പറയാൻ മുഖ്യമന്ത്രിയോ ഗോവിന്ദൻ മാഷോ തയ്യാറാകാതിരുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ പാർട്ടിയെ കൈവിടാൻ കാരണമായി. വെള്ളാപ്പള്ളിയെ സുഖിപ്പിച്ച് കൂടെ നിർത്താൻ നോക്കിയപ്പോൾ സാധാരണക്കാരായ വോട്ടർമാർ കമ്മ്യൂണിസ്റ്റ് ഇരട്ടത്താപ്പ് തിരിച്ചറിഞ്ഞ് UDF-ന് വോട്ട് കുത്തി. പാർട്ടിയുടെ കോട്ടയെന്ന് അഹങ്കരിച്ചിരുന്ന കണ്ണൂരിലെ തളിപ്പറമ്പിൽ പോലും സ്ഥാനാർത്ഥി നിർണയം പാളിയതുകൊണ്ടാണ് വൻ തിരിച്ചടി നേരിട്ടത് എന്ന ചർച്ചകളിൽ ഉയർന്നു വന്നു. എന്നാൽ കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തെയും സ്ഥാനാർത്ഥി പാളിച്ചകളെയും കുറിച്ച് റിപ്പോർട്ടിൽ ഇപ്പോഴും മൗനം പാലിക്കുന്നത് പിണറായിയെ ഭയന്നിട്ട് മാത്രമാണ്. എല്ലാ വിരലുകളും ചൂണ്ടുന്നത് പിണറായി വിജയനിലേക്കും ഗോവിന്ദൻ മാഷിലേക്കുമാണെന്ന് ഉറപ്പായതോടെ ഈ ഒരു നിലപാട് അട്ടിമറിക്കാൻ വേണ്ടി തിരുത്തലുകൾ വരുത്താൻ പാർട്ടി പ്ലീനം കൂടണമെന്ന നിർദ്ദേശം വരെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. പ്ലീനം കൂടുന്ന കാര്യത്തിൽ ഇനി കേന്ദ്ര കമ്മിറ്റി തീരുമാനമെടുക്കുമെന്നാണ് പറയുന്നത്. എന്ത് പ്ലീനം കൂടിയാലും എത്ര അവലോകന റിപ്പോർട്ട് എഴുതിയാലും കേരളത്തിലെ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ അവസാന നാളുകളിൽ എത്തി എന്ന യാഥാർത്ഥ്യം ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ജനങ്ങളുടെ ചോദ്യം വളരെ ലളിതമാണ്. അഴിമതിയും ധാർഷ്ട്യവും മുഖമുദ്രയാക്കിയ ഒരു സർക്കാരിനെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കുമ്പോൾ അതിന് കാരണം ജനങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് എന്ന് പറയുന്നതിനേക്കാൾ വലിയ മണ്ടത്തരം വേറെയുണ്ടോ? UDF വോട്ട് ചെയ്ത് ലക്ഷക്കണക്കിന് മതനിരപേക്ഷ വോട്ടർമാർ കൃത്യമായ ജനാധിപത്യ ബോധ്യത്തോടെയാണ് വോട്ട് ചെയ്തത്. സ്വന്തം തെറ്റുകൾ തിരുത്താൻ തയ്യാറാകാതെ വീണ്ടും ജനങ്ങളെ കുറ്റപ്പെടുത്തുന്ന പിണറായിയുടെയും ഗോവിന്ദൻ മാഷിന്റെയും ഈ ഒരു വിദഗ്ധ സമിതിയെ ജനങ്ങൾ ഇനിയും പുച്ഛിച്ചു തള്ളുകയുള്ളൂ. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുത്ത കനത്ത പ്രഹരത്തിന്റെ കാരണം തിരിയാൻ തോൽവിയുടെ മുഖ്യ സൂത്രധാരന്മാരായ പിണറായി വിജയനും ഗോവിന്ദൻ മാഷും തന്നെ ഇറങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ സഹതാപം തോന്നുകയാണ്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമേ ഉണ്ടായിട്ടില്ല. ജനങ്ങൾ തെറ്റിദ്ധരിച്ചതാണെന്ന് എഴുതിപ്പിടിപ്പിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വ്യാജ റിപ്പോർട്ട് സ്വന്തം സംസ്ഥാന സമിതി അംഗങ്ങൾ തന്നെ ചീന്തിയെറിഞ്ഞത് ഈ ഒരു നേതൃത്വത്തിനുള്ള കനത്ത അടിയാണ്. വെള്ളാപ്പള്ളിയുടെ വർഗീയതയെ തള്ളിപ്പറയാത്തതും കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയവും തന്നെയാണ് പാർട്ടിയെ തകർത്തതെന്ന് അണികൾ തന്നെ വിളിച്ചു പറയുമ്പോൾ പിണറായിക്കിനി ഒളിക്കാനിടമില്ല. എന്ത് പ്ലീനം കൂടിയാലും എത്ര ക്യാമ്പയിൻ നടത്തിയാലും ധാർഷ്ട്യം വെച്ച് പുലർത്തുന്ന ഈ സഖാക്കളെ ജനങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു കഴിഞ്ഞു എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.